ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവം ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാസ്തിരംഗേ തുഷ്ടുവാംസസ്തനൂഭിർവശേമ ദേവഹിതം യദായുഃ സ്വസ്തി നോ മിഹിതാവശ്യനാ ഭഗസ്വസ്തി യതിരിതർപ്പണ. അങ്ങനെ സ്വസ്തി സൂക്തം കുറച്ചധികം ഉണ്ട്. ഇപ്പം മുഴുവൻ ചെല്ലാൻ കുറച്ച് നേരം ധൃതി പിടിച്ചിട്ട് പറ്റില്ല. ഓലക്കുട കയ്യിലെടുത്തോ വെളുത്തവാവേ, ഏഴിമലയുടെ 4 കെട്ടിൽ കുടിവയ്പ്പിനുവായോ. കല്യാണത്തുമ്പി കാക്കാലത്തുമ്പി. പുണ്യാഹം അങ്ങനെയുള്ള നാന്ദീമുഖം പ്രായശ്ചിത്തം ചെയ്തിട്ടാണ് എല്ലാ പിതൃക്കൾക്കെല്ലാം സംതൃപ്തിപ്പെടുത്തിയിട്ടാണ് എന്ത് കർമ്മങ്ങളും ചെയ്യുക. അതാണ് ആദ്യം നടക്കുക. വാതിൽ പുറപ്പാട് എന്ന് പറയും. ഈ സ്വസ്തി സൂക്തം അങ്ങനെ സൂക്തങ്ങൾ ജപിച്ച് ഈ ഉണ്ണിയെ ആദ്യമായി പുറത്തിറങ്ങുക എന്നുള്ള ചടങ്ങാണ്. ഉത്തമ വൃക്ഷത്തിൽ ചവിട്ടി ഈ പ്രദക്ഷിണം വെച്ച് കാലുകൊണ്ട് ചവിട്ടുന്നു. അതാണ് ആദ്യമായി നടക്കുന്നത്. ചോറൂണിൻ്റെ ചടങ്ങുകൾ ഓരോന്നോരോന്നായി നടത്തും. അതിൽ ഈ രാശി സമയത്ത് ഈ അന്നപൂർണേശ്വരിക്ക് നിവേദിക്കുക. അതും അതാത് കാലത്തെ കാരണവരായ സ്ത്രീകളാണ്, അന്തർജനങ്ങളാണ് ചെയ്യുക. അവർ ആ സമയത്ത് നടത്തും. അത് കഴിഞ്ഞാൽ ഈ വെള്ളിക്കിണ്ണത്തിൽ പായസവും തേനും മന്ത്രത്താൽ ആ ഉണ്ണിക്ക് ആദ്യമായി അന്നപ്രാശനം നടത്തുന്നു. अन्नपूर्णे विशालाक्षी, अन्नपूर्णे विशालाक्षी, अन्नपूर्णे विशालाक्षी, अखिल भुवन साक्षी.